ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് നാളിന് മുന്നേ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ഈ കൊറിയൻ ഫേസ് മാസ്ക് ഒക്കെ. അപ്പോൾ ഒരുപാട് പേര് ഈ അരിയൊക്കെ വെച്ചിട്ട് കൊറിയൻ ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് ക്രീം ഒക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി. അതിൽ കൂടുതൽ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുമില്ല. അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ, നമ്മൾ എടുക്കുന്ന അരിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കാരണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ സ്വന്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവർ പറയുന്ന പോലെ അത്രത്തോളം എനിക്ക് ഭയങ്കരമായ റിസൾട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പല അരിയും ട്രൈ ചെയ്തു. നമുക്ക് അരി പല അരിയുണ്ടല്ലോ, ബിരിയാണി അരിയുണ്ട്, പച്ചരിയുണ്ട്, ചാക്കരിയുണ്ട്, സുലേഖയുണ്ട്, ജയയുണ്ട്. അപ്പം എനിക്കിതിനോട് വലിയ പാഷൻ ആയതുകൊണ്ട് ഞാൻ പല അരിയും ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതിനെനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് ബിരിയാണി അരിയിലാണ്. ബസ്മതി അല്ല, നമ്മൾ സാധാരണ ജീരകശാല അരി അല്ലെങ്കിൽ സാധാരണ ബിരിയാണി അരി ഉണ്ടല്ലോ, അതിലാണ് എനിക്ക് ആ റിസൾട്ട് കിട്ടിയത്. പക്ഷെ അത് നമ്മൾ ഇത് സാധാരണ പറയുന്ന പോലെ ആ ഒരു ബിരിയാണി അരി മാത്രം അരച്ചിട്ടാൽ അല്ലെങ്കിൽ അരി മാത്രം അരച്ചിട്ടാൽ അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. മറ്റുള്ളവർ കിട്ടിയിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് സത്യമായിട്ടും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനതിലൊരു 3 ഇൻഗ്രീഡിയൻറ്റ് എക്സ്ട്രാ ചേർത്തപ്പോൾ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇവർ പറയുന്ന പോലെ ഒരു അടിപൊളി ഒരു ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഫൈൻഡ് ചെയ്ത ഒരു ഐറ്റം ഞാൻ മാത്രം അല്ലെങ്കിൽ എൻ്റെ മോക്ക് മാത്രം അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രം കൊടുക്കുന്നേക്കാൾ ഇത് മറ്റുള്ളവർക്കും കൂടെ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വർക്ക് ആവുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ അരിയായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ ബിരിയാണി അരിയാണ്. അപ്പോൾ ബിരിയാണി അരി എടുക്കാം, ജീരകശാല അരി എടുക്കാം. ഇതാണ് കേട്ടോ ഒറിജിനൽ റെസിപ്പി. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് രാത്രി കിടക്കുമ്പോൾ നമ്മൾ കുതിർക്കാനായിട്ട് വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ബദാമും കൂടെ എടുത്തിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ബദാമും ഈ ഒരു അരിയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ വെള്ളം അധികം ചേർക്കാതെ അരച്ചെടുക്കുക, കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. ഇപ്പം ഞാൻ ചേർക്കുന്ന വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ബ്യൂട്ടി ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഒരുപാട് കൂടുതലാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് നല്ല ക്രീമി ആയിട്ട് മിക്സ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ ക്രീമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീമിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ വരും. ഇനി നമുക്ക് സൈറ്, ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന സൈറുവിൻ്റെ കയ്യിലാണ്. അത്യാവശ്യം ടാനൊക്കെ അടിച്ചിരിക്കുവാണ്. എൻ്റെ സൗണ്ടൊക്കെ കംപ്ലീറ്റ് പോയിരിക്കുകയാണ് കേട്ടോ, കോൾഡായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫേസിലിടാം, നെക്കിലിടാം, ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്കിടാം. ഭയങ്കര റിസൾട്ടാണ്. ഒട്ടും തന്നെ അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നാച്ചുറലാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, റിസൾട്ട് ഉറപ്പാണ്. ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയില്ല, അത് ഈ ഒരു ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റ് നമുക്ക് കിട്ടുന്ന. ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. അത്യാവശ്യം ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുക. ഒരുപാട് ഡ്രൈ ആക്കണ്ട, നമുക്ക് വാഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത്രത്തോളം റിസൾട്ടാണ്. നമ്മൾ ആ ഒരു ക്രീം ഇട്ട ഭാഗത്തും ഇടാത്ത ഭാഗത്തുള്ള റിസൾട്ട് എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനേക്കാൾ റിസൾട്ട് കിട്ടും നമുക്ക് മുഖത്തും കഴുത്തിലും ഇട്ടാൽ. കാരണം കയ്യിൽ അത്യാവശ്യം കട്ടിയുള്ള സ്കിന്നാണ്. അപ്പോൾ അതിൽ ഇത്രയും റിസൾട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും ബ്രൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർ ആരാന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 113 കമൻസ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ആ ഒരു എന്താ ടിപ്പ് ട്രൈ ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിന്നർ ആരാന്ന് നോക്കാം. കണ്ണനാണ് വിന്നർ. കൺഗ്രാറ്റുലേഷൻസ് കണ്ണൻ. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐ ഡിയിൽ സെൻഡ് ചെയ്താൽ മതി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിന്നർ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് ഈ വിന്നർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വീഡിയോസിലും നമുക്കൊരു ചെറിയൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് കാണുന്ന നിങ്ങൾക്കും അതിൻ്റെ ഒരു പങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വിന്നർ നമ്മൾ ഡീറ്റെയിൽസ് അയക്കേണ്ടത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, അതിലാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഏത് വീഡിയോ ആണോ നിങ്ങൾ കാണുന്നത് ആ ഒരു വീഡിയോ എടുക്കുക. അതിൽ റൈറ്റ് സൈഡിലായിട്ട് മോർ എന്ന ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഡയറക്റ്റായിട്ട് പോകുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലാണ്. അപ്പോൾ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് നല്ല ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആയിരിക്കും ഞാൻ അവിടെ കൊടുക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മോർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ആ ഒരു പ്രോഡക്ട്സിൻ്റെ ലിങ്ക് കാണും. ഇവിടെ പ്രോഡക്ട്സ് പിക്സ് ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ 2 പ്രോഡക്റ്റാണ് ടാഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അവിടെ തന്നെ ഒരു ബ്ലൂ കളറിലായിരിക്കും ലിങ്ക് കാണുക. അതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് നമുക്ക് ഏതൊരു സൈറ്റിൽ നിന്നാണോ സാധനം വാങ്ങുന്നത് ആ ഒരു സൈറ്റിലോട്ട് തന്നെ പോകും. അവിടുന്ന് നിങ്ങൾ സാധാരണ ഓൺലൈനിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊരു പ്രൊമോഷൻ അല്ല കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് വാങ്ങുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ഒരു 4 ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. അപ്പം റിസൾട്ട് കിട്ടിയതിന് ശേഷം എന്ത് റിസൾട്ട് ആണെങ്കിലും കിട്ടിയതിന് ശേഷം എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ആ കമൻറ്റ് വായിക്കുന്ന മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.